ഹായ്, ഞാൻ കൂരുവാള പിടിക്കാനായിട്ട് പോകണേ. കുപ്പിച്ചുകൊണ്ട് ഇട്ട് കൂരുവാള പിടിക്കാനായിട്ട് പോവുക. ഇവിടെ അടുത്ത് വള്ളം കിടപ്പുണ്ട്, അപ്പുറത്ത് വള്ളം കിടക്കുക. അങ്ങോട്ട് നടക്കുക. ഇവിടെ അടുത്താണ്, നല്ല മറിച്ചിലാണ് ഇവിടെ അടുത്ത്. ഏത്തപ്പഴം ഇട്ടാണ് പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങ് പുറകെ കാണുന്നുണ്ടോ, അതിലും വഴി നടന്നു വരികയായിരുന്നു. ഇവിടെ വള്ളം ഇട്ടിരിക്കുന്നത്. ഈ വള്ളത്തിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതാണത്, ഇതിലെ നേരെ അങ്ങോട്ട് പോകണം. ആ ഭാഗത്താണ് മറിയുന്നത്. അപ്പം നമുക്ക് വള്ളത്തെ കയറി മറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം. കുപ്പിച്ചുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതുണ്ട്. അപ്പോൾ കയറാൻ പോവാം. നമ്മളങ്ങോട്ടൊന്ന് തുഴഞ്ഞടുത്ത് ചെന്നിട്ട് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം. ഈ ചാക്കിനകത്താണ് കുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടത്. അതാണ് നമ്മുടെ കുപ്പിച്ചുണ്ട. ഇപ്പോൾ ഇതൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഏതോ ഒരു കമ്പനിയുടെ വിഷ കമ്പനിയുടെ ടിന്നാണ് അത്. ഞാൻ കണ്ടെത്തി വരാലിന് ചൂണ്ടെറിയാനായിട്ട് പോയപ്പം അവിടെ കിടന്നതാണ്, ഞാൻ പെറുക്കിക്കൊണ്ട് പോകുന്നത്. അവർക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ കുരുവാളക്കുള്ള തീറ്റയാണിത്. ഇതുണ്ടോ, ഏത്തപ്പഴം. അതിൽ 2 എണ്ണം. മുട്ടായി അതിനുള്ളതല്ല കേട്ടോ. മുട്ടായി കുരുവാളക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് നുണയാൻ വേണ്ടിയിട്ടുള്ളതാണ് മുട്ടായി. അപ്പോൾ അത്യാവശ്യം ഇത്ര സാധനമുണ്ട്. അപ്പം പിച്ചാത്തി എല്ലാം ഇവിടെ വള്ളത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിച്ചാത്തി. ഈ പിച്ചാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ചെറുതാക്കണം, ഈ പഴം. അപ്പം പഴം ഒന്ന് മുറിച്ച് ചെറുതാക്കാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം. പഴം അരിഞ്ഞിടാനായിട്ട് ഞാനൊരു പാത്രമൊക്കെ കരുതിയിട്ടുണ്ട്, ചെറിയൊരു പാത്രം, വെള്ളം പാത്രം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കല്ലടമുട്ടി പിടിക്കാനായിട്ട് പോകുമ്പോഴേ ഈ മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ആദ്യം അവനെ ഒന്ന് കെട്ടിയിടട്ടെ. നമുക്ക് പിന്നെ നീളം കുറച്ച് മുറിച്ച് വയ്ക്കാം. എന്നിട്ട് ഇത്ര നീളം മതി. ഇതാണ് കുരുവാളയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കഷ്ണം. ഇതുണ്ട്, ഇത്ര മതി. ഇങ്ങനെ ഇത്ര മതി. കണ്ടോ, ഇതിപ്പം 4 കഷ്ണമുണ്ട്. മൊത്തം 7 കുപ്പിയാണ്. അപ്പോൾ ഒരു 10 എണ്ണം നമുക്ക് മുറിച്ചിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം തീറ്റ എടുത്തുകൊണ്ട് പോയി ചൂണ്ട എടുത്തുകൊണ്ട് പോയെങ്കിൽ നമുക്ക് സ്പെയർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് ഇച്ചിരി നീളം കൂടി പോയി നല്ലത് 2 ആക്കിയിടാം. ചെറുതും കിടക്കട്ടെ. അപ്പം ഇന്ന് കൂരുവാളക്കുള്ള ടൈമാണ്. അപ്പോൾ 3 പഴം ഉണ്ടായിരുന്നു. 3 പഴം ഞാനൊരു 10-12 എണ്ണം കാണുമായിരിക്കും. എന്തായാലും ഞാനൊരെണ്ണം കുപ്പിയിലൊരെണ്ണം സെറ്റാക്കി കാണിക്കാം. ഈ കുപ്പി തന്നെ എടുത്തേക്കാം. ചെറിയ കുപ്പിയാണ്. ഇതൊരു 1.5 മീറ്റർ നീളത്തിലാണ് ഞാൻ ഇത് നൂലിട്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഈ പഴത്തിൻ്റെ തൊലി അങ്ങ് പൊളിക്കാം. തൊലി ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇവനത്തെ ഇങ്ങനെ ഈ നടുക്കുന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ കറക്കിയെടുക്കും. ഇതുണ്ട്, ചൂണ്ടത് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇവൻ വിഴുങ്ങിയെന്ന് ചൂണ്ട അന്നേരം കയറി ഉടക്കണം. അതാണ് ലക്ഷ്യം. ഓക്കെ, അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഒന്ന് കോർത്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കുപ്പിയിൽ ചൂണ്ടയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പഴമെല്ലാം കോർത്തതുണ്ട്. പഴമെല്ലാം കോർത്ത് സെറ്റാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്തോട്ടിറങ്ങാം, എറിയണം. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ലൊക്കേഷൻ കാണിക്കാവേ. ഉണ്ട്, ഈ കാണുന്ന സ്ഥലമാണ്. നമ്മുടെ വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനെ പരപ്പായിട്ട് കിടക്കുക. ആ ഭാഗത്തൊക്കെ നല്ല മറിച്ചിലുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല മറിച്ചിലുണ്ട്. നമുക്കന്ന് ഇട്ട് നോക്കാം. ഇവിടെ തൊട്ട് ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇടുന്ന വിധം ഞാൻ കാണിച്ചു തരാവേ. ഒരു കുപ്പി നൂല് ചുറ്റി എടുത്തിരിക്കുക. നൂല് ചുറ്റി എടുത്തിരിക്കുകയാണ്. അതെ, ഇതുണ്ടത്. ഇവിടുന്ന് നേരെ അത് ഇങ്ങനെ അങ്ങോട്ട് അഴിച്ച് വിടുക. അഴിച്ചു വിട്ടിട്ട് ഇതിവിടെ ഇങ്ങനെ ഇടും. അടുത്തത് വീണ്ടും ഒന്ന് തുഴഞ്ഞിട്ട് കുറച്ച് നീളം, ഒരു 2 മീറ്റർ അകലത്തി, 2-3 മീറ്റർ അകലത്തി അടുത്ത കുപ്പി ഇടും. കുപ്പി വെച്ചിട്ട് ഇട്ടിട്ട് ഇട്ടേക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുപ്പിയും കൂടി ഇടുകയാണേ. ഇട്ടേ
ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇങ്ങനെ നേരം കിടക്കുന്നത് കുപ്പി. ഉണ്ട് അങ്ങേറ്റം വരെ കാണാമല്ലോ. അത് ഉണ്ട് കുപ്പി കിടക്കുന്നുണ്ടോ നേരം കാണാൻ പറ്റുന്നുണ്ടോ? കുപ്പി കിടക്കുന്നുണ്ടോ? ഓക്കെ, ഇനി പ്രതീക്ഷയോടെ നോക്കിയിരിക്കാം. ഒരു കുപ്പിയും കൊണ്ടൊരു പോക്ക് പോയി. അതുകൊണ്ട് അങ്ങ് പോവുകയാണേ. ഞാൻ പുറകെ ഇതുണ്ടോ പോണുണ്ടോ? ഉണ്ടോ? ഇത് അങ്ങ് പോവുക. പുറകെ ചെല്ലണം. നോക്കട്ടെ. അവിടെ പതുക്കെ ലാൻഡിങ്ങിലല്ല, കൊണ്ടുപോവുക. ഇങ്ങ് കൊണ്ടുപോവുക. പെട്ടെന്ന് ഇട്ട് സൈസ് സാധനമാണ്. കണ്ടത് കയറാൻ പാടായിരിക്കും. ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒരുക്കട്ടെ. നോക്കട്ടെ. എൻ്റെ കൈയും കൊണ്ട് പോവുക. അടിച്ചോ. എന്നെ കൊണ്ട് പോകത്തുള്ളെന്നാണ് തോന്നുന്നത്. കിട്ടാനാണ് പാട്. ഒരു രക്ഷയില്ല. വെള്ളത്തിനടിയില്ല. പുറത്ത് വേടാ, പുറത്ത് വേടാ. പുറമൊക്കെ മാറി, പുറമ വാ. പൊങ്ങിയോ ഇന്നോടെ വട്ടം കറങ്ങിയോ കയറി. കണ്ടോ ആളെ കണ്ടോ? അയ്യോ, അത് അടുത്തത് അടിച്ചിട്ടുണ്ട്. കാണിക്കാവേ. ഇതുണ്ടോ? ഇതിനകത്താണ്. നോക്കിക്കോണേ. വലിയ വലിക്കുന്നത്. കൊണ്ടുപോവുക. ചപ്പിനകത്താണ്. വെള്ളത്തിനടിയില്ല. അതും ആടാറ് സാധനമാണ്. മറ്റവനേക്കാളും വലുതാണ്. മറ്റവനേക്കാളും വലിയ സാധനം എന്ന് പറയാൻ വലിയ സാധനം, ഹെവി. ഉണ്ടോ? കുപ്പി കൊണ്ടുപോകണം കേട്ടോ. നോക്കണേ, പൊങ്ങി വരുവേ. ഇതുണ്ടോ? ആടാറ്. ഇത് കാണിച്ചു തരാം. മുമ്പേ കണ്ടതല്ലേ? കണ്ടതേ.
അയ്യോ, വട്ടം കറക്കുക, വട്ടം കറക്കുക. കരയ്ക്ക് കയറണമെങ്കിൽ ഇച്ചിരി പാടാ. ഇതുണ്ടോ കേട്ടോ, ഓണമുണ്ടോ, ഉണ്ടോ ഓണം നടക്കണമെന്നാണ് തോന്നുന്നത്. മയങ്ങിയ രക്ഷപ്പെട്ട്, മയങ്ങിയ പൊങ്ങി വരും. വാടാ കയറാ. എൻ്റെ ചേട്ടച്ചാർ ഇവിടെ വള്ളത്തെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. വലക്കകത്ത് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി, വശം കെട്ടല്ലോ. വാ വാ കയറി. സമ്മതിക്കത്തില്ല. എന്നെ നനച്ച് അവനും കുളിച്ച്, അവൻ പണ്ടേ കുളിച്ച് കിടക്കുക. ഞാൻ ഉടനെ കയറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പുറത്ത് വാടാ, വള്ളത്തിനടി കിടന്ന് കിളിമാസ് കളിക്കാണ്ട് നീ ഇപ്പുറത്ത് വാ. ഇനി രക്ഷയില്ല. ഇതുണ്ടോ, എൻ്റെ ചൂണ്ടയെല്ലാം ചവിട്ടി പിടിക്കില്ല, ചൂണ്ട ചവിട്ടി പിടിക്കല്ലേ. എൻ്റെ അമ്മ ഇതുണ്ടോ. അയ്യോ അയ്യോ, വിഷമിച്ചു പോയി. കണ്ടോ സാധനം കണ്ടോ, ഇവൻ 1.5 മുതലാ. അതും വലിയ കുപ്പിയിലടിച്ചേ. ഒരുത്തനും ചുരുട്ടി അടുപ്പത്ത് വെച്ച്, അടിയിലൊരുത്തൻ കിടപ്പുണ്ടായിരുന്നു, അവനെ അടിച്ച് ചുരുട്ടി. അങ്ങനെ കുപ്പിച്ചൂണ്ടയിട്ട് കിട്ടിയ 2 മുതലാണ് ഈ കിടക്കുന്നത്. ഇതിന് എത്ര തൂക്കം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും നമുക്കൊന്ന് തൂക്കി നോക്കാം. പതിനാല് കിലോ 12. കിലോ. അടുത്തത് നോക്കാം. ഈ വീഡിയോ എങ്ങനെയുണ്ട്? ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ഓക്കെ, ബൈ.